ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 8th ചാപ്റ്ററാണ് ജീവൻ്റെ ഉദ്ഭവം ജീവികളുടെയും. ഈ ഒരു ചാപ്റ്ററിൽ ജീവികളുടെ പരിണാമത്തിനെ പറ്റിയാണ് ബേസിക്കലി പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡിനോസറിൻ്റെ ചിത്രമൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വാസസ്ഥലം, കാലാവസ്ഥ, ആഹാര ലഭ്യത എന്നീ ബാഹ്യ ഘടകങ്ങളിലും ജീവികോശങ്ങളിലെ ആന്തര ഘടകങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾക്ക് പലതരത്തിൽ പരിണാമം ഉണ്ടാകുകയും ഇന്നു കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ്? വാസസ്ഥലം, കാലാവസ്ഥ, ആഹാര ലഭ്യത എന്നീ ബാഹ്യ ഘടകങ്ങളും അതുപോലെ തന്നെ ജീവകോശത്തിലെ ആന്തരിക ഘടനകളിലും ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് ജീവജാലങ്ങൾക്ക് പലതരത്തിലുള്ള പരിണാമങ്ങൾ ഉണ്ടാകുകയും ഇന്ന തരത്തിലുള്ള സസ്യജന്തു ജാലങ്ങൾ രൂപപ്പെടുകയും ചെയ്തത്. അടുത്തതായിട്ട് അതിനൊരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നീലത്തിമിംഗലം. അപ്പോൾ നീലത്തിമിംഗലം ഉൾപ്പെടെയുള്ള തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികൻ 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാക്കിസൈറ്റ്സ് എന്ന പുരാതന സസ്തിനിയായിരുന്നു. അപ്പോൾ ആ പേര് ഓർത്ത് വയ്ക്കുക, പാക്കിസൈറ്റ്സ്. അത് 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായിരുന്നു. അപ്പോൾ തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികൻ എന്നാണ് 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാക്കിസൈറ്റ്സ് അറിയപ്പെട്ടത്. ഈ ജീവിക്ക് ചെന്നായുടെ ശാരീരിക സവിശേഷതകൾക്കൊപ്പം നീന്താൻ അനുയോജ്യമായ ശരീരഘടന കൂടി ഉണ്ടായിരുന്നു എന്ന് ഫോസിൽ പഠനങ്ങൾ തെളിയിക്കുന്നു. ഇവയുടെ പിൻഗാമികൾ കൂടുതൽ സമയം ജലത്തിൽ ചെലവഴിച്ചതോടുകൂടി അവയുടെ കാലുകൾ തുഴകൾക്ക് സമാനമായി പരിണമിച്ചു. അപ്പോൾ ഈ ഒരു നീന്താൻ അനുയോജ്യമായിട്ടുള്ള ശരീരഘടനയാണല്ലേ കാലുകൾക്ക് തുഴകളുടെ സമാനമായിട്ടുള്ള പരിണാമം സംഭവിച്ചത്. അതുപോലെ ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായി ഉള്ള പൊരുത്തപ്പെടലിൻ്റെ ഭാഗമായി ജീവികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് തിമിംഗലത്തിൻ്റെ പരിണാമ ചരിത്രം തെളിവാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇത്തരത്തിലുള്ള പരിണാമത്തിൻ്റെ കൗതുകകരമായ ചരിത്രമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ടത് തിമിംഗലത്തിൻ്റെ പൂർവികൻ എന്ന് കരുതപ്പെടുന്നത് 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാക്കിസൈറ്റ്സ് എന്ന പുരാതന സസ്തിനിയായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെന്നായുടെ ശാരീരിക സവിശേഷതകളായിരുന്നു. അതോടൊപ്പം നീന്താൻ അനുയോജ്യമായ ഒരു ശരീരഘടന കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഫോസിൽ പഠനങ്ങളിൽ കൂടിയായിരുന്നു. പിന്നെ അവരുടെ പിൻഗാമികൾ കൂടുതൽ സമയം വെള്ളത്തിൽ ചെലവഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? അവയുടെ കാലുകൾ തുഴകൾക്ക് സമാനമായി പരിണമിച്ചു. അങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായുള്ള പൊരുത്തപ്പെടലിൻ്റെ ഭാഗമായി ജീവികളിൽ വന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് തെളിവാണ് തിമിംഗലത്തിൻ്റെ പരിണാമ ചരിത്രം. ഓക്കെ, അടുത്ത ഈ ഒരു പാരഗ്രാഫാണ് ശ്രദ്ധിക്കാനുള്ളത്. ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ലളിത ഘടനയുള്ള ജീവജാലങ്ങളിൽ ചിലത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ പുറത്തുവിടുകയും അത് കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. ഈ സങ്കീർണ ഘടനയുള്ള ജീവികൾ കാലക്രമേണ ഇന്ന് കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളായി പരിണമിച്ചു. അപ്പോൾ ആദ്യം ലളിത ഘടനയുള്ള ജീവജാലങ്ങളിൽ ചിലത്, ആൽഗ പോലത്തുള്ളത് വളരെ ലളിതമായിട്ടുള്ള ഘടനയുള്ള ജീവജാലങ്ങളാണല്ലോ. അപ്പോൾ സയനോബാക്ടീരിയ, ആൽഗ പോലത്തുള്ള വളരെ ലളിത ഘടനയുള്ള ജീവജാലങ്ങളിൽ ചിലത് പ്രകാശ സംശ്ലേഷണം, അതായത് ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ പുറത്തുവിടുകയും പിന്നീട് എന്ത് പറ്റി? അത് കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. അങ്ങനെ ഈ സങ്കീർണ ഘടനയുള്ള ജീവികൾ കാലക്രമേണ ഇന്നു കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളായി പരിണമിച്ചു. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പരിണാമത്തിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ജീവൻ്റെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് പലതരം ശാസ്ത്രീയ അന്വേഷണങ്ങളും ശാസ്ത്രലോകം അവയിൽ നിന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങളും കാണാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 സിദ്ധാന്തങ്ങളുണ്ട്. അതാണ് താഴെ ഇവിടെ തന്നിരിക്കുന്നത്. ജീവൻ്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ അത് 2 എണ്ണമാണ്. ഒന്ന് പാൻസ്പെർമിയ സിദ്ധാന്തം, അടുത്തത് രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ പാൻസ്പെർമിയ സിദ്ധാന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. ജീവൻ മറ്റേതോ ഗ്രഹങ്ങളിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു. ജീവൻ്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പം ഭൂമിക്ക് പുറത്തുള്ള വേറെ ഏതോ ഗ്രഹത്തിൽ വെച്ചിട്ട് ഗ്രഹത്തിൽ നിന്ന് ഒരു ജീവൻ സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കൾ, അതാണ് സ്പോർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ സ്പോറിൽ നിന്നാണ് ഈ പാൻസ്പെർമിയ എന്നുള്ള ഒരു ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അങ്ങനത്തുള്ള ഏതെങ്കിലും ഒരു വിധത്തിൽ ഭൂമിയിൽ എത്തിച്ചേർന്നു എന്നാണ് പാൻസ്പെർമിയ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉദ്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു. ജീവൻ്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് രാസപരിണാമ സിദ്ധാന്തം.
ആദിമ ഭൂമിയിൽ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. അപ്പം നമ്മൾ ആദിമ ഭൂമിയിലെ കുറേ സവിശേഷ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഇനി വരുന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സവിശേഷ സാഹചര്യത്തിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ, അതായത് പലതരം കെമിക്കൽസ് കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ജീവൻ ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. രാസം മീൻസ് കെമിക്കൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് ജീവൻ ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. ജീവൻ്റെ ഉത്പത്തിയെ വിശദീകരിക്കുന്ന പല സിദ്ധാന്തങ്ങൾ പല കാലങ്ങളിൽ ഉയർന്നു വന്നെങ്കിലും തെളിവുകളുടെ പിൻബലം കൂടുതലുള്ളതും ശാസ്ത്രലോകത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചതും രാസപരിണാമ സിദ്ധാന്തത്തിനാണ്. അതായത് ഇപ്പം നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞ ഈ രാസപരിണാമ സിദ്ധാന്തത്തിനാണ് കൂടുതലായിട്ടും ശാസ്ത്രലോകത്തിൽ സ്വീകാര്യത ഉള്ളത്. അതായത് ആദിമ ഭൂമിയിൽ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവനുണ്ടായി എന്ന് പറയുന്ന സിദ്ധാന്തം, രാസപരിണാമ സിദ്ധാന്തം. അടുത്തത് ജീവൻ്റെ ആവിർഭാവം. എങ്ങനെയായിരിക്കും രാസപരിണാമ പ്രക്രിയയിലൂടെ ജീവന് തുടക്കം കുറിച്ചിട്ടുണ്ടാകുക? അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമിയിലെ പല സവിശേഷമായ സാഹചര്യങ്ങളും കൊണ്ടാണ്. അപ്പോൾ ആദിമ ഭൂമിയിലെ ആ അന്തരീക്ഷത്തിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഉയർന്ന താപനിലയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അവിടെ ഹൈഡ്രജൻ, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, നീരാവി തുടങ്ങിയ വാതകങ്ങളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മളൊന്ന് നോക്കുമ്പോൾ അവയെല്ലാം ഹരിതഗൃഹ വാതകങ്ങളാണ്. അപ്പോൾ കൂടുതൽ ചൂടുണ്ടാക്കാൻ കാരണമായിട്ടുള്ളതാണ് ഈ വാതകങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ അവിടെ സ്വതന്ത്രമായിട്ടുള്ള ഓക്സിജൻ ഇല്ല. അതുപോലെ തന്നെ നീരാവി ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടു നിന്ന മഴയും സമുദ്ര രൂപീകരണവും അവിടുത്തെ ഒരു പ്രത്യേകതയായിരുന്നു, അന്തരീക്ഷത്തിലെ പ്രത്യേകതയായിരുന്നു ആദിമ ഭൂമിയിലെ. അതോടൊപ്പം തന്നെ വിവിധ പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന സമുദ്രജലവും ആദിമ ഭൂമിയിലെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. അപ്പോൾ അവിടുത്തെ ഊർജ്ജ സ്രോതസ് ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, ഇടിമിന്നൽ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇപ്പോൾ ഇതും 4 ഏറ്റവും പ്രധാന ഊർജ്ജ സ്രോതസ്സായിട്ട് പറയുന്നത്. ഏതൊക്കെയാ? സൂര്യപ്രകാശം, ഇടിമിന്നൽ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഊർജം എവിടത്തെയാ? നമ്മുടെ സമുദ്രത്തിലെ ലഘുജൈവ കണികകളുടെ രൂപീകരണത്തിന് കാരണമായി. എന്നിട്ട് ഈ ലഘുജൈവ കണികകളുടെ രൂപീകരണം എന്തിലേക്ക് വഴിവെച്ചു? അവിടെ ഫോട്ടോസിന്തസിസ് ഒക്കെ നടന്നു, ഓക്സിജനൊക്കെ പുറത്തു വിട്ടു. അങ്ങനെ സങ്കീർണ ജൈവ കണികകളുടെ രൂപീകരണം ഉണ്ടായി. ഒന്ന് ആ വഴിക്കുണ്ടായി, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് സങ്കീർണ ജൈവ കണികകളുടെ രൂപീകരണവും അവിടെ സംഭവിച്ചു. അതിനുശേഷം ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണവും രൂപപ്പെട്ടു. ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സങ്കീർണ തന്മാത്രയാണ്, ഒരു കോംപ്ലക്സ് മോളിക്യൂളായിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് ഡീറ്റെയിൽഡായിട്ട് DNA ഘടനയൊക്കെ പഠിക്കുമ്പോൾ ന്യൂക്ലിക് ആസിഡിനെ പറ്റിയും ഒക്കെ വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് മോളിക്യൂളാണ്. അതിനെ കവർ ചെയ്തിട്ട് ഒരു കൊഴുപ്പിൻ്റെ ആവരണവും കാണപ്പെടുന്നു. അതിൽ നിന്നാണ് ആദിമകോശം, അതായത് ഫസ്റ്റ് ആയിട്ടുണ്ടായിട്ടുള്ള സെല്ല് ഉണ്ടായത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്വയം ഇരട്ടിക്കുവാൻ ശേഷിയുള്ളതായിരുന്നു ഈ ഉണ്ടായി വന്ന ആദിമ കോശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ജീവൻ ഉണ്ടായതെന്നാണ് രാസപരിണാമ സിദ്ധാന്തത്തിലൂടെ പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ അത്. അതിനുശേഷം ഇതിനെ സാധൂകരിക്കുന്ന നിരവധി പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങളുടെ പിൻബലത്തിലാണ് നമ്മൾ ശാസ്ത്രലോകത്ത് ഇതെല്ലാം അംഗീകരിക്കുകയും സ്വീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളും അതിന് സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞന്മാരെയും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ആദ്യമായിട്ട് പറഞ്ഞേക്കുന്ന ഹരോൾഡ് യുറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. ഇവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള 2 ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ജീവൻ്റെ ഉദ്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് തെളിയിച്ചു. ആരൊക്കെയാണ്? ഹരോൾഡ് യുറേയും സ്റ്റാൻലി മില്ലറും. അപ്പോൾ ഇവരുടെ ഒരു പരീക്ഷണമുണ്ട്, അതിനെപ്പറ്റി നമുക്കിനി പറയാം. ജസ്റ്റ് അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഹരോൾഡ് യുറേ, സ്റ്റാൻലി മില്ലർ ഇവർ രണ്ടുപേരുമായിരുന്നു ജീവൻ്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് തെളിയിച്ചത്. അടുത്ത ഒരു ശാസ്ത്രജ്ഞനാണ് സിഡ്നി ഫോക്സ്. പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാൻ ആവുമെന്ന് തെളിയിച്ചു. അപ്പോൾ സിഡ്നി ഫോക്സ് ആണ് പ്രോട്ടീനിന് സിമിലർ ആയിട്ടുള്ള തന്മാത്രകളെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചത്. അടുത്തതാണ് ജോവൻ ഓറോ. ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചത് ജോവൻ ഓറോ
അദ്ദേഹമാണ് ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായിട്ട് നിർമ്മിച്ചത്. ഓക്കെ, രാസപരിണാമ സിദ്ധാന്തത്തിന് സാധൂകരണം നൽകുന്ന നിരവധി പരീക്ഷണ തെളിവുകളുണ്ട്. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായി പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിൽ യുറേ ആൻഡ് മില്ലർ പരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അപ്പം നമുക്ക് അവരുടെ പരീക്ഷണം എന്താണെന്ന് നോക്കാം. അതാണ് ഈ ഡയഗ്രത്തിൽ തന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു ഇതിനകത്ത് വെള്ളം തിളപ്പിക്കുന്ന കണ്ടോ? ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ വെള്ളം നീരാവിയായിട്ട് മുകളിലോട്ട് പോവും. അവിടെ വെച്ചിട്ട് ഇലക്ട്രോഡ് വഴി നമ്മൾ വൈദ്യുത സ്പാർക്ക്, അതായത് ഊർജ്ജ രൂപം കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എന്തൊക്കെയാണുള്ളത്? ആദിമ ഭൗമ അന്തരീക്ഷത്തിൻ്റേതിന് സമാനമായ വാതകങ്ങളാണ് അവിടെ നിറച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? അമോണിയ, മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് കണ്ടൻസർ. ആ കണ്ടൻസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായ ജലം പുറത്തേക്കും തണുത്ത ജലം അകത്തേക്കും കൊടുക്കും. അപ്പോൾ ഈ ജൈവ കണികകൾ അടങ്ങിയിട്ടുള്ള ജലകണങ്ങളാണ് പിന്നെ താഴോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തിനെ കാണാം? അമിനോ ആസിഡുകളുടെ രൂപീകരണം കാണാം. പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകങ്ങളായ ജൈവ തന്മാത്രയാണ് അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ് ഓരോ പ്രോട്ടീൻ തന്മാത്രയും രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ യുറേ ആൻഡ് മില്ലറിൻ്റെ പരീക്ഷണം ആണ് രാസപരിണാമ സിദ്ധാന്തത്തിന് സാധൂകരണം പ്രധാനമായിട്ടും നൽകിയത്. ഓക്കെ, ആദിമ ഭൂമിയിലെ സാഹചര്യങ്ങളെ പരീക്ഷണശാലയിൽ കൃത്രിമമായി സൃഷ്ടിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത്. ജൈവ തന്മാത്രകളായ അമിനോ ആസിഡുകളെ നിർമ്മിക്കുവാൻ ഈ പരീക്ഷണത്തിലൂടെ കഴിഞ്ഞു. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പോൾ അത്രയാണ് അതിനകത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.